ആ കളിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞിനെ കൊന്നുകളഞ്ഞല്ലോ. ഒന്ന് പെട്ടെന്ന് വൈലന്റായി. ഹിദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ നിന്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞതല്ലേ, എൻ്റെ കൂടെ വന്നാൽ നിനക്ക് ക്ഷമിക്കാൻ പറ്റൂല. മഹാനായ ഹിദർ നബി അലൈഹിസ്സലാം, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, ഇവർ രണ്ടുപേരും ഒരു യാത്ര നടത്തി. ഒരു സംഭാഷണമുണ്ട്, ഖുർആൻ മനോഹരമായൊരു ചരിത്രമാണ്. ഹിദർ നബി അലൈഹിസ്സലാം ഇങ്ങനെ യാത്ര പോകുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, എന്നെ കൂടെ കൊണ്ടുപോവോ, കൂടെ നിനക്ക് ക്ഷമയില്ല, എൻ്റെ കൂടെ വന്നാൽ ശരിയാവില്ല. കാരണം എന്തേ, പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള പ്രവാചകൻ ആരാ? വല്ലാത്ത ആരോഗ്യവാനുമാണ്, വലിയ ദേഷ്യമാണ് മൂസാ നബി അലൈഹിസ്സലാം. ഒറ്റയടിക്ക് ഒരുത്തനെ കൊന്നുകളഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ റൂഹ് പിടിക്കാൻ അസ്രായീൽ അലൈഹിസ്സലാം കടന്നു വന്നു. നേരെ വന്നിട്ട് കയറി അങ്ങ് പിടിച്ചു. വേദന സഹിക്കാൻ പറ്റാതെ ഒരൊറ്റ അടി അസ്രായീലിൻ്റെ കണ്ണ് പൊട്ടിപ്പോയി എന്ന് ചരിത്രം പറയുക. ഒരൊറ്റ അടി അടിച്ചു, അസ്രായീലിൻ്റെ കണ്ണ് പൊട്ടിപ്പോയി. അള്ളാഹുവിൻ്റെ അടുക്കൽ പോയിട്ട് പരാതി പറഞ്ഞു. അന്ന് മുതലാ നിയമമാക്കിയത്, പ്രവാചകന്മാരുടെ റൂഹ് പിടിക്കാൻ പോയ അനുവാദം ചോദിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം മൂസാ നബി നബിയോട് ഹിദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിനക്ക് ക്ഷമ കുറവ്, എൻ്റെ കൂടെ വന്നാൽ പറ്റത്തില്ല. ഇല്ല, ഞാൻ ക്ഷമിച്ചു കൂടെ ഇരുന്നോളാം, ഞാൻ സമാധാനത്തോടു കൂടി ഇരുന്നോളാം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമയുള്ളവനായി താങ്കൾ എന്നെ കണ്ടെത്തുന്നതാണ്. ഞാൻ താങ്കളുടെ ഒരു കൽപ്പനയ്ക്കും എതിർ പ്രവർത്തിക്കുന്നതല്ല. ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ഞാൻ ക്ഷമയുള്ളവനാ, ഞാൻ അങ്ങ് പറയുന്ന കാര്യങ്ങൾക്കൊന്നും എതിര് പ്രവർത്തിക്കൂല. അവിടെ നിന്ന് ചരിത്രം പറയുന്നുണ്ട്, രണ്ടുപേരും ഇങ്ങനെ സഞ്ചരിക്കാം, ഇങ്ങനെ നടന്നു പോകുന്നു. പടച്ചവനെ ഒരു കുഞ്ഞിനെ കണ്ടു, കളിച്ചുകൊണ്ടിരിക്കുക, പിടിച്ചിട്ട് കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു. കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ പിടിച്ചിട്ട് കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു. ഹിദർ നബി അലൈഹിസ്സലാം ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ മൂസാ നബിക്ക് പടച്ചവനെ കണ്ടിട്ട് സഹിക്കാൻ, നിങ്ങൾ എന്ത് പണിയാ കാണിച്ച് ചോദിച്ചു കളഞ്ഞ ഒറ്റ ചോദ്യം. ആ കളിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞിനെ കൊന്നുകളഞ്ഞല്ലോ. അങ്ങ് പെട്ടെന്ന് വൈലന്റായി. ഹിദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ നിന്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞതല്ലേ, എൻ്റെ കൂടെ വന്നാൽ നിനക്ക് ക്ഷമിക്കാൻ പറ്റൂല. ഇല്ല, ഒന്നുമില്ല അവിടെ നിന്ന് പറഞ്ഞു ഇല്ല. രണ്ടാമതൊരു നാട്ടിൽ പോയി. ഒരു നാട്ടിൽ പോയപ്പോൾ പച്ചവെള്ളം പോലും ഒരു മനുഷ്യൻ കൊടുക്കണില്ല, ഒരാളും സഹായിക്കുന്നില്ല. രണ്ടുപേരെ കണ്ടിട്ട് ഒരു പരിചയമോ ഒരാളും കുടിക്കാനുള്ള വെള്ളം പോലും കൊടുക്കണില്ല. അങ്ങനെ ഒരു പരിഗണനയും കൊടുക്കാതിരിക്കുമ്പോഴാണ് ഒരു മതിലിടിഞ്ഞു വീഴാൻ പോകുന്നത്. ഹിദർ നബി അലൈഹിസ്സലാം ഓടി ചെന്നിട്ട് മതിൽ പിടിച്ചിട്ട് നേരെയാക്കി കൊടുക്കുക. മൂസാ നബി ചോദിച്ച്, പച്ചവെള്ളം പോലും തരാത്ത ഇവരുടെ ഈ മതിൽ നേരെയാക്കാൻ നടക്കുക. അപ്പോഴും ചോദിച്ചു, അല്ലേ, വല്ലാത്ത ചോദ്യം. ഇപ്പോഴാ ചോദിക്കണത്, ഈ മതിൽ പിടിച്ച് നേരെയാക്കുന്നു, എന്തായി കാണിക്കണത്? അവിടെ നിന്ന് ചോദിച്ചു. അപ്പോഴും ഹിദർ നബി പറഞ്ഞു, നിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതാ, നിനക്ക് ക്ഷമ കുറവാ, എൻ്റെ കൂടെയുള്ള യാത്ര ശരിയാവൂല. ഇനി നീ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം തീരും നമ്മുടെ യാത്ര. ഇനി എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രം പറയുന്നു, കപ്പലിനകത്ത് കയറി, ബോട്ടിനകത്ത് കയറിയപ്പോൾ വെള്ളത്തിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഉടനെ എന്ത് ചെയ്യുക, ബോട്ടിൻ്റെ പലകകളൊക്കെ ഇളക്കിയിട്ട് കളയുക. കടലിൽ കൂടെ പോണ ബോട്ടിൻ്റെ പലക ഇളക്കി എങ്ങനെ ഇരിക്കും? പടച്ചവനെ, മൂസാ നബി അപ്പോഴും വൈലൻ്റായി. അപ്പോഴും പറഞ്ഞു, തീർന്നു, ഇനി നമ്മൾ യാത്രയില്ല, തീർന്നു യാത്ര, ഇനി നമ്മൾ തമ്മിൽ ഒരുമിച്ചുള്ള യാത്രയില്ല. എന്നിട്ട് 3 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. കുട്ടിയുടെ കുന്നുകളയാനുള്ള കാരണമെന്താ? ആ മതിൽ നേരെയാക്കാനുള്ള കാരണമെന്താ? ഈ ബോട്ട് ഇളക്കി നശിപ്പിക്കാനുള്ള കാരണമെന്താ? ഇത് 3 പറഞ്ഞു കൊടുത്തു. എന്നിട്ട് യാത്ര അവസാനിപ്പിച്ചു. എന്തിനായി കുഞ്ഞിനെ കൊന്നുകളഞ്ഞത്? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഈ കുഞ്ഞു വളർന്നു വന്നാൽ ഇവരുടെ മാതാപിതാക്കളെ തന്നെ കൊല്ലും. ഈ കുട്ടി എപ്പോഴേ കൊന്നില്ലെങ്കിൽ, ഈ കുട്ടി ഇപ്പം നശിപ്പിച്ച് കളഞ്ഞില്ലെങ്കിൽ, ഇവൻ വളർന്നു വന്നു കഴിഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളെ തന്നെ എതിരായി കൊല്ലുന്നൊരവസ്ഥ, അവർക്ക് തന്നെ വലിയ ശാപമാകുന്നൊരവസ്ഥ. അതുകൊണ്ടാണ് അവനെ നശിപ്പിച്ച് കളഞ്ഞത്. രണ്ടാമത് പറഞ്ഞു, എന്തുകൊണ്ടാണ് വീഴാൻ പോയ മതിൽ നേരെയാക്കിയത്? അവിടെ നിന്ന് ചരിത്രം പറയുന്നു, ഒരു സ്വാലിഹായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ ആ മതിലിനടിയിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട്, തൻ്റെ മക്കൾക്ക് കിട്ടാൻ. യതീമായ മക്കൾക്ക് അവരുടെ കയ്യിൽ കിട്ടുന്നതിന് വേണ്ടി അതിനടിയിൽ കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മതിലിളകി വീണ അത് നാട്ടുകാർ കാണും, യതീമിൻ്റെ കയ്യിൽ കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ ആ മതിൽ നേരെയാക്കി വെച്ചത്. കപ്പലിനകത്ത് നിന്ന് പലകയെടുത്ത് കളയാൻ കാരണം
അപ്പുറത്ത് ശത്രുക്കളായ ഒരു രാജാവ് നിൽക്കുന്നുണ്ട്. നല്ല കപ്പൽ കണ്ടാൽ ആ കപ്പൽ പിടിക്കും, അതിനകത്തുള്ളവരെയൊക്കെ കൊന്നുകളയും. അപ്പം നല്ല കപ്പലുകൾ നോക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കപ്പലൊരു പോരായ്മയുള്ള കപ്പലാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇളക്കിക്കളഞ്ഞത്. എന്നിട്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും. യാത്ര തിരിഞ്ഞ് രണ്ടുപേരും മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം എടുത്തു നോക്ക്. 10-13 വയസ്സുണ്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്. അല്ലാഹുവേ, അപ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട പിതാവ് കടന്നു വരുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പടച്ചവനെ, ഭാര്യയെയും ചോരക്കുഞ്ഞിനെയും മക്കത്ത് കൊണ്ടുവന്ന് 2 മലകൾക്ക് നടുവില് കൊണ്ടുവന്നിട്ടിട്ട് പോയതാണ്. പ്രസവിച്ച് കിടന്ന ഭാര്യയെയും ചോരക്കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ടിട്ട് പോയതാണ്. വർഷങ്ങൾ കഴിഞ്ഞു, മകനോട് സ്നേഹമുണ്ടായി. അങ്ങനെ മകനെ കാണാമെന്നോ, മകനെ കണ്ടപ്പോ വലിയ സ്നേഹമായി. എവിടെയും വാപ്പയും മകനും ഒരുമിച്ചാ. വാപ്പയ്ക്ക് തന്റെ മകനോട് സ്നേഹം കൂടിയപ്പോ അല്ലാഹു ഒന്ന് ടെസ്റ്റ് ചെയ്തു. എന്നോടാണോ സ്നേഹം, മകനോടാണോ സ്നേഹം? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് സ്വപ്നം കാണുകയാണ്. അങ്ങനെ തന്റെ പൊന്നുമകനെ അറുത്തു കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനായ 10-13 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള പൊന്നാര മകന്റെ ചാരത്ത് വന്നിട്ട് അവിടുന്ന് ഇബ്രാഹിം നബി പറഞ്ഞ വാർത്ത എന്തെന്നറിയുമോ? ഫലമ്മാ ബലഗ മഅഹു സഅയ് ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹ്. സിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 13 വയസ്സിന്റെ താഴെ പ്രായമുള്ള ഇസ്മായിൽ എന്ന് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ, ഇസ്മായിൽ എന്ന് പറയുന്ന ചെറിയ കുട്ടിയുണ്ടല്ലോ, ഇബ്രാഹിം എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഖലീലായ പ്രവാചകന് വന്നിട്ട് പറയുന്നു, മോനെ, നിന്നെ അറുത്തു കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്. വാപ്പ സ്വപ്നം കാണുന്നു മോനെ, വാപ്പ സ്വപ്നം കാണുന്നു മോനെ. ആ സമയത്ത് മകൻ പറഞ്ഞ മറുപടിയാ, എന്റെ പ്രിയപ്പെട്ടവരെ, കാലയാ അവിടെന്ന് പറയുന്നു, കാല യാ അബത്തി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ്സാബിരീൻ. ഇസ്മായിൽ എന്ന് പറയുന്ന 13 വയസ്സുകാരൻ അവിടെന്ന് പറയുന്നു, വാപ്പാ വാപ്പാ, അല്ലാഹു എന്താണോ പറയുന്നത്, അല്ലാഹു എന്താണോ കൽപ്പിക്കപ്പെട്ടത്, അത് താങ്കൾ ചെയ്തു കൊള്ളുക. അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം, അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ശമാശീലരുടെ കൂട്ടത്തിൽ താങ്കളെ അല്ലാഹു കണ്ടെത്തുന്നതാണ്. ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമകൻ അവിടെന്ന് പറഞ്ഞു, ഇൻഷാ അല്ലാഹ്. അവിടെന്ന് പറഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടെന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാമും പറഞ്ഞു, ഇൻഷാ അല്ലാഹ്. ഖുർആൻ പറയുന്ന 4 മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. നമുക്കറിയാം, യൂസുഫ് നബിയുടെ ചരിത്രമറിയാം. ചെറിയ പ്രായത്തിൽ കുഞ്ഞായിരുന്ന സമയത്ത് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട പ്രവാചകന യൂസുഫ് നബി അലൈഹിസ്സലാം. അവിടുന്ന് ജയിലിൽ പോയി അടിമയായി, അവസാനം ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി. അങ്ങനെ തൻ്റെ വാപ്പയും ഉമ്മയും തൻ്റെ മാതാപിതാക്കൾ ഈജിപ്തിൻ്റെ രാജാവായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാൻ വരിക. യൂസുഫ് നബിയെ കാണാൻ വരുമ്പോ അവിടെന്ന് പറയുന്നു, ഫലമ്മാ ദഖലു അലാ യൂസുഫ അവാ ഇലൈഹി അബവൈ വകാല ദഖുലൂ മിസ്റ ഇൻഷാ അല്ലാഹു ആമിനീൻ. തന്റെ വാപ്പയായ
യാക്കൂബ് നബി അലൈഹിസ്സലാമും തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും അവിടെ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണുന്നതിന് വേണ്ടി മിസ്ർ എന്ന് പറയുന്ന നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹു ഇൻഷാ അല്ലാ നിർഭയത്വത്തോടുകൂടി നിങ്ങൾ പ്രവേശിച്ചുകൊള്ളൂ. യൂസുഫ് നബിയും പറഞ്ഞു, ഇൻഷാ അല്ലാ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാ എന്ന് സൂചിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങളുണ്ട്. ഇത് പ്രവാചകന്മാർ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്, ഇത് പ്രവാചകന്മാർ പറഞ്ഞത്. ഇനി ഖുർആൻ പറയുന്നുണ്ട് ഇൻഷാ അല്ലാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഒരു പശുവിനെ അറുക്കുന്നതിന് വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നതായി മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയെ അറിയിച്ചപ്പോൾ അവരുടെ മറുപടിയും ഇപ്രകാരമായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ സമുദായത്തോട് പറഞ്ഞു, ഒരു പശുവിനെ അറുത്തു കൊടുക്കണം. വലിയൊരു കഥയാ, അതിനകത്ത് പഠിക്കേണ്ട ചില പാഠങ്ങളുമുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഒരു ചെറിയ പോരായ്മകൾ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, പ്രായച്ചിത്തമായിട്ട് ഒരു പശുവിനെ അറുത്തു കൊടുക്കണം. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഒരു പശുവിനെ അറുത്തു കൊടുക്കണമെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു പശുവിനെ അറുത്തു കൊടുത്താൽ മതിയായിരുന്നു. ഒരു പശുവിനെ അറുത്തു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് അറുത്തു കൊടുത്താൽ മതിയായിരുന്നു. ഇവർ ചോദിച്ചു, മൂസ അള്ളാഹയോട് ചോദിക്കാൻ എങ്ങനത്തെ പശുവിനെ അറക്കണ്ടേന്ന് ചോദിക്കാൻ പാടുണ്ടോ? എടാ പറഞ്ഞാൽ ചെയ്തോണം, കൂടുതൽ ചോദ്യം പാടില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ പറഞ്ഞു? മൂസാ നബിയോട് ചോദിച്ചു, അള്ളാഹയോട് ചോദിക്കാൻ ഏത് പശുവിനെ, എങ്ങനെയുള്ള പശുവിനെ അറക്കണം. അപ്പം പിന്നെ അള്ളാഹ് എന്താ പണി കൊടുത്തു? ലോകത്ത് കിട്ടാത്ത ഒരു പശുവിൻ്റെ അടയാളം പറഞ്ഞു കൊടുത്തു. ലോകത്ത് കിട്ടാത്ത ഒരു പശുവിൻ്റെ അടയാളം പറഞ്ഞു കൊടുത്തു. അങ്ങനെ പശുവിനെ തെരഞ്ഞ് അവസാനം ഒരു പശുവിനെ കിട്ടി. പടച്ചവനെ, അതിൻ്റെ തൂക്കത്തിനനുസരിച്ച് സ്വർണ്ണ നാണയം കൊടുത്തിട്ട് അവസാനം വാങ്ങിയത്. അപ്പം ഈ ചരിത്രം പറയുന്നത്, ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം, കൂടുതൽ ചോദിക്കാൻ നിന്നാൽ പണി കിട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതാ പറഞ്ഞ, കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, അല്ല ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം. എടാ അല്ല പറഞ്ഞു പോയി കിടക്കടാ മിനായിൽ. എന്തിനാ അല്ല അവിടെ പോയി കിടക്കുന്നത്? ചോദിക്കാൻ പാടുണ്ടോ? നീ പോയി കിടക്ക്. സഫായി പോയി കിടക്കാൻ പറഞ്ഞാൽ കിടക്കണം, മിനായി പോയി കിടക്കാൻ പറഞ്ഞാൽ കിടക്കണം, മുസ്തലിഫയിൽ പോയി കിടക്കട കല്ല് പറക്കട എന്ന് പറഞ്ഞാൽ പറക്കണം. അതന്നെ, എന്തിനെന്നുള്ള ചോദ്യം വേണ്ട. ഞാൻ പറയും, ഞാൻ യജമാനൻ, നീ എൻ്റെ അടിമ, മര്യാദയ്ക്കനുസരിച്ച് കൊള്ളണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പോയിട്ട് തൻ്റെ സമുദായത്തോട് പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു, അവരെ പറഞ്ഞ മറുപടി എന്താണ്? ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹിയ ഇന്നൽ ബഖറ തസാബഹ അലൈനാ വ ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. അവരും പറഞ്ഞു, ഇൻഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ചെയ്തു കൊള്ളാം. അപ്പോൾ അവരും ഇൻഷാ അല്ലാ പറഞ്ഞു. ഖുർആൻ നമുക്കത് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ എടുത്ത് നോക്കിയാൽ മതി, അള്ളാഹ് പറയുന്നുണ്ട് എങ്ങനത്തെ പശുവിനെയാണ് പിന്നെ അറക്കാൻ പറഞ്ഞതെന്ന്. ഇങ്ങനത്തെ നിറമുള്ള, ഇങ്ങനത്തെ കൊമ്പുള്ള, ജനങ്ങൾ കാട്ടിൽ വളർത്തിയ, ഒരാൾ കിട്ടാത്ത സാധനം. അവിടെയും തന്ത്രമുണ്ട്. അവസാനം ഒരു യതീമായ കുട്ടിയുടെ വളർത്തുന്ന പശു, ഒരു യതീമായ കുട്ടി വളർത്തുന്ന പശു, അവൻ ചോദിച്ച കാശ് സ്വർണ്ണ നാണയം തൂക്കി കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. അള്ളാഹു വലിയ ഐഡിയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതാ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും ഒന്നിച്ചു മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നതായി ഹിജ്റ പോയതിനു ശേഷം മദീനയിൽ വെച്ച് അവിടെ സ്വപ്നം കണ്ട് ഈ കാര്യം വിശുദ്ധ ഖുർആൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലും സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ഇൻഷാ അല്ലാഹ് പറഞ്ഞതായി ഖുർആൻ പറയുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലഖദ് സദഖല്ലാഹു റസൂലഹു അർറുയാ ബിൽ ഹഖ് ലതദ്ഖുലന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹു ആമിനീൻ محلقين رؤوسكم ومقصرين لا تخافون فعلم ما لم تعلم فجعل من دون ذلك فتحا قريبا. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയും സ്വഹാബത്തിന്റെ ചരിത്രം മദീനയിൽ വെച്ച് അവിടെ നിന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞതായി
പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രവാചകന്മാര് ഇൻഷാ അല്ലാഹ് പറഞ്ഞതിന് തെളിവുണ്ട്. ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ അല്ലാഹു ഇൻഷാ അല്ലാഹയെ കുറിച്ച് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പറയാതിരുന്നാൽ വരുന്ന ഭവിഷ്യത്തും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് റബ്ബേ, ഈ നന്മ ജീവിതത്തിൽ നിലനിർത്താൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടൊരു മനുഷ്യന് 4 പ്രയോജനങ്ങളാണുണ്ടാകുന്നത്. 4 പ്രയോജനങ്ങളാണുണ്ടാകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിലെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അവന് 4 പ്രയോജനങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രയോജനം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചതിനുള്ള പ്രതിഫലം കിട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇൻഷാ അല്ലാഹ് എന്ന് പറയണമെന്ന് പറഞ്ഞതാരാ? അല്ലാഹുവാ. ഇൻഷാ അല്ലാഹ് എന്ന് പറയണമെന്ന് പറഞ്ഞ ആരാ പറഞ്ഞത്? അല്ലാഹ് പറഞ്ഞതാ. അപ്പൊ അല്ലാഹ് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് പറയാതെ നീ ഉറപ്പ് പറയാൻ പാടില്ല. അല്ലാഹ് പറഞ്ഞു, നാളെ ഞാൻ ഉറപ്പായിട്ടും ചെയ്യാമെന്ന് നീ പറയരുത്. നീ എന്ത് പറയണം? ഇൻഷാ അല്ലാഹ് എന്ന് ചേർത്ത് പറയണം. അല്ലാഹുവിന്റെ കൽപ്പനയാ. അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചതിനുള്ള പ്രതിഫലം അല്ലാഹ് നിനക്ക് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു പറഞ്ഞത് അനുസരിച്ച അതിന് പ്രതിഫലം കിട്ടൂലേ? അല്ലാഹ് പറഞ്ഞു നിസ്കരിച്ച പ്രതിഫലം കിട്ടുമോ? എന്താ പ്രതിഫലം കിട്ടുക? ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അല്ലാഹ് പറഞ്ഞു നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അല്ലാഹ് പറഞ്ഞു സദക്ക കൊടുത്താൽ എന്താ പ്രതിഫലം? ദുനിയാവും രക്ഷപ്പെടും, ആഖിറവും രക്ഷപ്പെടും. പൈസ മുടക്കി ഹജ്ജിന് ഹജ്ജ് ചെയ്ത പ്രതിഫലം എന്താ? സ്വർഗം കിട്ടും. അപ്പൊ അതുപോലെ അല്ലാഹു ഇൻഷാ അല്ലാഹ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൽപ്പനയാണ്. അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച അതിനുള്ള പ്രതിഫലം നമുക്ക് അല്ലാഹു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മുതലാളി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന സ്റ്റാഫിന് പ്രത്യേക പരിഗണന അല്ലേ? കടയിലെ സ്റ്റാഫ് എന്ത് പറഞ്ഞാലും അവൻ അനുസരിക്കും. എന്ത് കാര്യം ഒരു ന്യൂനതയുമില്ല. കേവലം ഒരു തട്ടുകടയ്ക്കകത്തിരിക്കുന്ന ഒരു മുറുക്കാൻ കടയുടെ അത്ര ഉള്ള കടയ്ക്കകത്തിരിക്കുന്ന നിന്റെ സ്റ്റാഫിനോട് നിനക്ക് ഇത്ര സ്നേഹമുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ അധിപനായ അള്ളാഹുവിന് അവൻ പറയുന്നതനുസരിക്കുന്ന അടിമയോട് എത്ര സ്നേഹമുണ്ടാകും, എത്ര പ്രതിഫലം അള്ളാഹു തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നു പോകരുത്. പിന്നെ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, വീട് പണിയാകട്ടെ, ഏത് കാര്യമാകട്ടെ, നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഉസ്താദേ നാളെ ഞാൻ വീട് പണി തുടങ്ങുകയാണ്. എൻ്റെ ഉസ്താദേ പടച്ചവനെ, റബീഉൽ അവ്വൽ മാസത്തിൽ വീടിന് കുറ്റിയടിക്കാൻ തുടങ്ങുന്നു ഇൻഷാ അല്ലാഹ്. ഉസ്താദേ കടങ്ങളൊക്കെ തീരണം ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് പറഞ്ഞാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവന്റെ കാര്യം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹ് നിന്റെ കാര്യം എളുപ്പമാക്കും, അല്ലാഹു നിന്നെ സഹായിക്കും മനുഷ്യ. ഉസ്താദേ ഇൻഷാ അല്ലാഹ് കടമൊക്കെ വീട്ടണം. ഉസ്താദേ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നിസ്കരിക്കാൻ തുടങ്ങണം. ഉസ്താദേ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ജീവിതത്തിൽ മാറ്റമുണ്ടാകും, ഞാൻ നന്നാകും. പടച്ചവരെ ഇൻഷാ അല്ലാഹ് പറ മുസ്ലിമേ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഇൻഷാ അല്ലാഹ് പറഞ്ഞു
പറഞ്ഞാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം നിന്റെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കുമാണ്. വീട് പണി പ്രയാസത്തിൽ കഴിയുന്നവര് അല്ലാഹുവേ ഇൻഷാ അല്ലാഹ് ഉസ്താദേ പലിശ ഞാൻ ഇതിനകത്ത് കേറ്റത്തില്ല, അല്ലാഹു നിന്റെ വീട് പണി എളുപ്പമാക്കും. പടച്ചവൻ നിന്റെ പ്രയാസങ്ങൾ മാറ്റും, അല്ലാഹു നിന്റെ കടങ്ങൾ മാറ്റും. ഇൻഷാ അല്ലാഹ് നിന്റെ രോഗങ്ങൾ മാറും. പടച്ചവനെ ഇൻഷാ അല്ലാഹ് പറയുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അവന്റെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞാൽ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം, നീ എന്താണോ ഉദ്ദേശിക്കുന്നത് നിന്റെ കാര്യം അല്ലാഹു എളുപ്പമാക്കി തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മുബാശക്ക ഒരു പുതിയ വണ്ടി എടുക്കുന്നതിന് വേണ്ടി അൽഹംദുലില്ലാഹ് കുറേ നാളായി പൈസയെല്ലാം കൊണ്ടുകൊടുത്തു, എല്ലാം കഴിഞ്ഞു. പക്ഷേ ഇതുവരെ വണ്ടി കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അത് നല്ലതാണെങ്കിൽ അല്ലാഹു എളുപ്പത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. കാരണം ഇന്നും ഞാൻ പറഞ്ഞു, വണ്ടി ചിലർക്ക് നല്ലതാണ്, ചിലർക്ക് മോശമാണ്. ചില വണ്ടി എടുത്തു കഴിഞ്ഞാൽ വർക്ക്ഷോപ്പുകാരൻ രക്ഷപ്പെടും, അതുകൊണ്ട് മുതലാളിയല്ല, വണ്ടി എടുത്തവനല്ല. അപ്പോൾ അൽഹംദുലില്ലാഹ് ചിന്തിക്ക്, അല്ലാഹു ഖൈറാണെങ്കിൽ നടത്തി തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാനത് ചെയ്യുമെന്ന് സത്യം ചെയ്തു പറഞ്ഞ ഒരാൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, വ്യക്തമായി കേൾക്കണം, മൂന്നാമത്തെ കാര്യം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ സത്യം ചെയ്യ പറയാറുണ്ട് അല്ലേ? സത്യം ചെയ്ത് പറയില്ലേ? അല്ലാഹു സത്യമായിട്ടും ഞാനത് ചെയ്യും. എന്നെ അല്ലാഹു സത്യമായിട്ട് ഞാൻ നിനക്ക് തരും പറയില്ലേ? അത് ലംഘിച്ചാലോ ശിക്ഷയില്ലേ? ശിക്ഷയുണ്ട ഉണ്ടോ? അല്ലാഹു സത്യമായിട്ടും നാളെ ഞാൻ തരും, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. കൊടുത്തില്ലെങ്കിൽ തെറ്റല്ലേ? അപ്പൊ അവിടെ ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞാലോ? ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞാലോ? പഠിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനത് ചെയ്യുമെന്ന് സത്യം ചെയ്തു പറഞ്ഞ ഒരാൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ സത്യലംഘനത്തിന് കഫാറത്ത് നൽകണം എന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഒഴിവായി കിട്ടുമെന്ന ഒരു ഇൻഷാ അല്ലാഹ് പറയുന്നതിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ അതിൻ്റെ തെറ്റുകൾ, ആ ഒരു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അതൊരു കാരണമാകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ ഉണ്ടെങ്കിൽ സത്യമായിട്ടും ഞാൻ തരാം എന്ന് പറഞ്ഞു. പക്ഷേ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കതിൻ്റെ അതിന് പകരമായി ചെയ്യേണ്ട കാര്യത്തിൽ നിന്ന് ആ ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞതിൻ്റെ പേരിൽ ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇല്ലെങ്കിലോ അതിൻ്റെ ശിക്ഷ കൂടെ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു പുറത്തിരുമാറാകട്ടെ. നാല് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് കിട്ടുന്ന നാലാമത്തെ കാര്യം, അവൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ എന്ത് കാര്യമാണോ നീ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിൽ അല്ലാഹുവിന്റെ ബർക്കത്ത്, അതിൽ അല്ലാഹുവിന്റെ സഹായം റബ്ബ് നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വെറുതെയല്ല. മുത്തുനബി പറയാതിരുന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചരിത്ര സഹിതം പറഞ്ഞല്ലോ. സുലൈമാൻ നബി അലൈഹിസ്സലാം ഇൻഷാ അല്ലാഹ് പറയാതെ വന്നപ്പോ ഉണ്ടായ നഷ്ടം എന്താണെന്ന് പറഞ്ഞു തന്നല്ലോ. പടച്ചവനെ ഇൻഷാ അല്ലാഹ് പറഞ്ഞതിന് തെളിവ് പറഞ്ഞു തന്നല്ലോ. ഇൻഷാ അല്ലാഹ് പറഞ്ഞപ്പോ അല്ലാഹു എങ്ങനെയാണ് സഹായിച്ചതെന്ന് യജൂജ് മഅജൂജ് എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ചരിത്രം പഠിപ്പിച്ചു തന്നല്ലോ. അതുകൊണ്ട് സഹോദരാ, ഇൻഷാ അല്ലാഹ് പറയുന്നവന് കിട്ടുന്ന 4 പ്രയോജനം. ഒന്നാമത്തെ പ്രയോജനം, അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചതിനുള്ള പ്രതിഫലം കിട്ടുകയാണ്. 2, എന്ത് കാര്യമാണോ ഉദ്ദേശിച്ചത് അതിൽ അല്ലാഹുവിന്റെ സഹായം ലഭിക്കുകയാ, അല്ലാഹ് എളുപ്പമാക്കി തരികയാ, അല്ലാഹു വഴികൾ തുറക്കുകയാ. 3, സത്യം
ചെയ്തൊരു കാര്യം പറഞ്ഞിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതൊരു കാരണമാകാം. നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നതിലൂടെ അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ